ഇതെൻ്റെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. മാർച്ച് 23-നാണ് എൻ്റെ ബർത്ത്ഡേ. മാർച്ച് 22-ന് അനിയത്തി അനിയനും കൂടെ വീട്ടിലൊരു നോമ്പോറ വെച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നോമ്പോറ പങ്കെടുത്തു. അന്ന് അവിടെയാണ് കിടന്നത്. അങ്ങനെ ഒരു 11:45 കിടന്നത്. പക്ഷെ 12 മണിയായപ്പോഴേ വാതിലൊരു മുട്ടും കേട്ട് നോക്കിയപ്പോഴത്തേക്കും ആരാ, അനിയനും അനിയത്തിയും കൂടെ കേക്കുമായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ആകപ്പാട് ഞാനങ്ങ് സർപ്രൈസായി പോയേ. അങ്ങനെ കേക്ക് മുറിക്കുന്നതാണ് ഈ കാണുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം പിന്നെ കേക്ക് ആ നിന്ന പോലെ തന്നെ കേക്ക് അങ്ങ് മുറിച്ചു. എല്ലാവരുടെ വായിലും വെച്ച് കൊടുത്തു. നല്ല ടേസ്റ്റി കേക്കായിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നേ. കാരണം നമ്മളെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ. അപ്പോൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതിൽ കൂടി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കും എങ്ങനെയാണ്, ഇഷ്ടമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഇനി കേക്ക് മുറിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല കേട്ടോ. പക്ഷേ എല്ലാവരുടെ സ്നേഹം കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമല്ലേ. അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഈ ലോകത്ത് എല്ലാത്തിനേക്കാളും വലുത് സ്നേഹത്തിനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്താണ്, വീട്ടിൽ വെച്ച് കേക്ക് മുറിച്ചപ്പോഴേ ഇക്കയുടെ വാപ്പാനെ മാത്രം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. അപ്പം കേക്ക് മുറിച്ചെങ്കിലും ആ ഒരു ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. അനിയനും അനിയത്തിയും കൂടെ ഉണ്ടാക്കിയ പ്ലാനാണെന്നാണ് ആദ്യം വിചാരിച്ചത്. അത് ശരിയായിരുന്നു. പക്ഷെ ഇക്കാനെയും കൂടെ അവർ ആ പ്ലാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ നിങ്ങൾക്കിലൊക്കെ പറഞ്ഞില്ലായിരുന്നു 2 ദിവസം കഴിയുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അതിതായിരുന്നു കേട്ടോ, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാനും കൂടി ആയിരുന്നു ഇക്ക എന്നെ മെലോറയിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു, നന്നായിട്ട് ഒരുങ്ങി ഒക്കെ നിന്നു. അപ്പോൾ ബർത്ത്ഡേ ഡ്രസ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇക്കയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തു തന്ന ഡ്രസ്സാണ് ഈ ഡ്രസ്സിങ്ങേ. ഇക്കയുടെ സെലക്ഷനാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇക്കയുടെ സെലക്ഷൻ? ഇക്കയുടെ സെലക്ഷൻ എല്ലാം ഇൻക്ലൂഡിങ് മീ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നേ. മാവിൻ്റെ താഴത്തെ കൊമ്പി കുറേ നിറയെ മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ നോക്കി നിന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടാകുക എന്നുള്ളതും നല്ല സന്തോഷമുള്ള കാര്യമാണെന്നേ. ഇതൊക്കെ ഓവറല്ലേ എന്ന് പറയുന്നവരുടെ ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ഇതൊക്കെയാണെന്നേ. ഇതിലൂടെയാണ് ഞങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നതും ജീവിക്കുന്നതും. ഇക്കയുടെ ഉമ്മയെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നായിരുന്നേ. അത് അടുത്ത വീഡിയോയിലിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ അപ്പുറത്തും ഇപ്പുറത്തുള്ള നാട്ടുകാരെല്ലാം നോക്കിയിരിപ്പുണ്ടായിരുന്നേ. ഇവർക്ക് എന്താ ഈ വട്ടായോ ഇതെന്തോ എന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അതിനായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നതാണ്. ദേ ഇക്കാണുന്നത്. ഇത് കഴിഞ്ഞ് വേണം സജുയ്ക്കയുടെ ഇഫ്താർ പാർട്ടിക്ക്. ഞങ്ങൾ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെയും വീടും ആലപ്പുഴയിലാണ്. അപ്പോൾ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ഓടി വരും കേട്ടോ. കാരണം നമ്മുടെ ആൾക്കാരെല്ലാം നമ്മുടെ റിലേറ്റീവ്സും ഉമ്മായും സഹോദരങ്ങളും ഒക്കെ ഇവിടെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇഫ്താർ പാർട്ടിയൊക്കെ പങ്കെടുത്തു, അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞു ഞങ്ങളിതേ ചങ്ങനാശ്ശേരിക്ക് പോവുകയാണേ. ഈ ബർത്ത്ഡേ ആയിട്ട് എനിക്കെന്തുവാ പ്രാർത്ഥിക്കാനുള്ളതെന്നറിയാമോ? ഒരുപാട് കാലമൊന്നും ജീവിക്കണമെന്നില്ല, കുറച്ച് കാലം കൂടെയൊക്കെ ജീവിച്ചാൽ മതിയെന്നേ. പക്ഷേ ജീവിക്കുന്ന അത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കണം. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറയണം. ഇങ്ങനെയുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.